എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാവില്ല എന്നൊരു പഴഞ്ചൊല്ലു മലയാളത്തിലുണ്ട്. റഹീമിക്കയോട് എത്ര തവണ പറ്റാത്ത ഇംഗ്ലീഷിൽ നിങ്ങൾ ടോക്കരുതേ ടോക്കരുതേ എന്ന് പറഞ്ഞാലും പുള്ളിക്കാരൻ കേൾക്കത്തില്ല. ആളാകാൻ വേണ്ടി പട്ടിഷോ കാണിക്കല്ലേ കാണിക്കല്ലേ എന്ന് പറഞ്ഞാൽ അതും കേൾക്കത്തില്ല. പാർലമെന്റിൽ നിന്ന് ഇന്നലെയും കിട്ടി. എന്താടാ പുച്ഛിച്ചൊരു ചിരി? മാന്യ റഹീം പ്ലീസ് സ്പീക്ക് ഓൺ ദ സബ്ജക്ട് എന്ന് അധ്യക്ഷൻ മര്യാദയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എന്നൊക്കെ ഇക്ക ഉറപ്പും കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് കളി. Thank you for your opportunity, sir. Sir, while we are discussing the registration of deaths, കൊച്ചു കള്ളൻ എഴുതി വായിക്കാനൊക്കെ പഠിച്ച് അല്ലേ? മരണ രജിസ്ട്രേഷനുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ബാക്കി I cannot help but remember. I cannot help but remember. But one thing, yes is the came in on of the landfall. പറയിക്ക, എന്താ ഞങ്ങൾ റിമെമ്പറേണ്ടത്? More than 20 students who lost their lives following the repeated exam. അങ്ങനെ വാ. വിദ്വാൻ സംസാരിക്കേണ്ട വിഷയം വിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് ചാടിയിരിക്കുന്നു. ഇംഗ്ലീഷ് ഗ്രാമർ പോലും അറിയില്ല. He doesn't know the basics of English grammar. ഇന്ത്യയിലെ മരണങ്ങളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്നിട്ട് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട വിദ്യാർത്ഥികളുടെ കാര്യം അതിനിടയിലേക്ക് വലിച്ചിടാനുള്ള സ്മാർട്ട് ശ്രമം. പക്ഷെ തോന്നുന്നത് പോലെ സംസാരിക്കാൻ അത് നിങ്ങളുടെ വീടിന്റെ ഉമ്മറോ അല്ല, പാർട്ടി സമ്മേളനവും അല്ലിക്ക, പാർലമെന്റാ. പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിരിയാ. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട. സാറെന്ന് 1000 പ്രാവശ്യം അവിടെ കിടന്ന് അലറിയിട്ടൊന്നും കാര്യമില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. നിങ്ങളുടെ സൗകര്യം പോലെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാനുള്ള വേദി അല്ല ഹേ അത്. ഇവിടെ ആവശ്യത്തിന് മൈക്ക് കെട്ടി റോഡ് സൈഡിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ, എന്നിട്ടൊന്നും കൊതി തീർന്നില്ലേ? I would also like to register the birth of a new movement in this country. അയ്യോ, തകർത്ത് പണ്ടാരം അടങ്ങി. ഇതിനെയാണ് പച്ച മലയാളത്തിൽ പട്ടിഷോ എന്ന് വിളിക്കുന്നത്. നമ്മൾ വായി നോക്കിയുള്ള ചുറ്റിത്തിരിയാത്ത ഇടവില്ലല്ലോ. ഒരു പദവിയും അവസരവും ഒക്കെ കയ്യിൽ കിട്ടിയാൽ അതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയത്തില്ല. പക്ഷെ എങ്ങനെ ദുരുപയോഗം ചെയ്യണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അത് കൃത്യമായിട്ട് ചെയ്തോളും. You talk too much. I'll kick your face and get out. ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ്. 2 പേരുടെ പാർസൽ.